യെരമ്യായുടെ പുസ്തകം 41 അധ്യായം. അതേ വർഷം 7-ാം മാസം എലീഷാമായുടെ മകനായ നെഥനീയായുടെ പുത്രനും രാജവംശജനും രാജാവിൻ്റെ സേവകപ്രമുഖന്മാരിൽ ഒരുവനുമായ ഇസ്മായേൽ 10 ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ്പായിൽ അഹീക്കാമിൻ്റെ പുത്രൻ ഗദാലിയായുടെ അടുത്ത് ചെന്നു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്മായേലും കൂടെയുണ്ടായിരുന്ന 10 പേരും എഴുന്നേറ്റ് ഷാഫാൻ്റെ പുത്രനായ അഹീക്കാമിൻ്റെ പുത്രനും ബാബിലോൺ രാജാവ് ദേശത്തിൻ്റെ ഭരണാധികാരിയായി നിയമിച്ചവനുമായ ഗദാലിയായെ വാൾ കൊണ്ട് വധിച്ചു. ഗദാലിയായോടൊപ്പം അവിടെയുണ്ടായിരുന്ന എല്ലാ യഹൂദരെയും കൽദായ യോദ്ധാക്കളെയും ഇസ്മായേൽ സംഹരിച്ചു. ഗദാലിയായെ വധിച്ചതിൻ്റെ പിറ്റേ ദിവസം അത് പരസ്യമാക്കുന്നതിന് മുമ്പ് ഷെക്കീം, ഷീലോ, സമറിയ എന്നിവിടങ്ങളിൽ നിന്ന് 80 പുരുഷന്മാർ മുഖം ക്ഷൗരം ചെയ്തും വസ്ത്രം കീറിയും ശരീരത്തിൽ മുറിവേൽപ്പിച്ചും കർത്താവിൻ്റെ ആലയത്തിൽ കാഴ്ചകളും ധൂപങ്ങളും സമർപ്പിക്കുവാൻ വന്നു. നെഥനീയായുടെ പുത്രൻ ഇസ്മായേൽ മിസ്പായിൽ നിന്ന് അവരെ എതിരേൽക്കാൻ വിലപിച്ചു കൊണ്ടുവന്നു. അവരെ കണ്ടപ്പോൾ അഹീക്കാമിൻ്റെ പുത്രനായ ഗദാലിയായുടെ അടുക്കിലേക്ക് വരുവിൻ എന്ന് പറഞ്ഞു. അവർ നഗരത്തിലെത്തിയപ്പോൾ നെഥനീയായുടെ മകൻ ഇസ്മായേലിനെയും കൂടെ ഉണ്ടായിരുന്നവരും ചേർന്ന് അവരെ വധിച്ച് ഒരു കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞു. എന്നാൽ അവരിൽ 10 പേർ ഇസ്മായേലിനോട് തങ്ങളെ കൊല്ലരുത്, ഞങ്ങൾ ഗോതമ്പ്, ബാർലി, എണ്ണ, തേൻ എന്നിവ സംഭരിച്ച് വയലിൽ ഒളിച്ചു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനാൽ അവൻ അവരെ മറ്റുള്ളവരോടൊപ്പം വധിച്ചില്ല. ഇസ്മായേൽ കൊന്നവരുടെ ശരീരങ്ങൾ വലിച്ചെറിയപ്പെട്ട കിണർ ഇസ്രായേലിൻ്റെ രാജാവായ ബാഷായെന്ന് ഭയന്ന് ആസ രാജാവ് സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു. നെഥനീയേലിൻ്റെ മകനായ ഇസ്മായേൽ അത് മൃതദേഹങ്ങൾ കൊണ്ട് നിറച്ചു. അതിനുശേഷം അവൻ മിസ്പായിൽ അവശേഷിച്ച എല്ലാവരെയും രാജകുമാരികളെയും സേനാനായകനായ നെബുസാരൻ അഹീക്കാമിൻ്റെ മകനായ ഗദാലിയായെ ഏൽപ്പിച്ചവരിൽ അവശേഷിച്ചവരെയും തടവുകാരായി അമ്മോന്യരുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു. നെഥനീയായുടെ മകൻ ഇസ്മായേൽ വരുത്തിവെച്ച അനർത്ഥങ്ങൾ കരേയയുടെ മകൻ യോഹന്നാനും പടത്തലവന്മാരും അറിഞ്ഞു. അവർ യോദ്ധാക്കളെയും കൂട്ടി ഇസ്മായേലിനെതിരെ പുറപ്പെട്ടു. ഗിബിയോണിലുള്ള വലിയ കുളത്തിനരികെ വെച്ച് അവനുമായി ഏറ്റുമുട്ടി. കരേയയുടെ പുത്രനായ യോഹന്നാനെയും പടത്തലവന്മാരെയും കണ്ടപ്പോൾ ഇസ്മായേലിൻ്റെ കൂടെയുണ്ടായിരുന്നവർ അത്യധികം സന്തോഷിച്ചു. മിസ്പായിലിന് തടവുകാരായി കൊണ്ടുപോയ എല്ലാവരും ഇസ്മായേലിനെ വിട്ട് കരേയയുടെ മകൻ യോഹന്നാനോട് ചേർന്നു. എന്നാൽ ഇസ്മായേൽ 8 പേരോടൊപ്പം യോഹന്നാനിൽ നിന്ന് രക്ഷപ്പെട്ട് അമ്നോന്യരുടെ അടുക്കിലേക്ക് ഓടിപ്പോയി. ഗദാലിയായെ വധിച്ചതിന് ശേഷം ഇസ്മായേൽ മിസ്പായിലിന് തടവുകാരായി കൊണ്ടുവന്ന യോദ്ധാക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും ഷണ്ഡന്മാരെയും യോഹന്നാനും പടത്തലവന്മാരും കൂട്ടിക്കൊണ്ടുപോയി. അവർ ബെത്ലേഹേമിന് സമീപം ഹിംകാം താവളത്തിൽ താമസിപ്പിച്ചു. ഈജിപ്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ദേശത്തെ ഭരണാധികാരിയായി ബാബിലോൺ രാജാവ് നിയമിച്ച ഗദാലിയായെ ഇസ്മായേൽ വധിച്ചതിനാൽ അവർ കൽദായരെ ഭയപ്പെട്ടു. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.